സംസ്ഥാന ഖജനാവിലെ കോടാനുകോടി രൂപയുടെ നികുതിപ്പണം എടുത്ത് ധൂർത്തടിച്ച് ഭാര്യയും മക്കളെയും കൊച്ചുമക്കളെയും വരെ കൂടെ കൂട്ടി വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി ഒടുവിൽ റൂം ഫോർ റിവർ എന്നും വമ്പൻ നിക്ഷേപങ്ങൾ എത്തിക്കുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗും അടിച്ച് ഒടുവിൽ വെറും കൈയോടെ നാട്ടിൽ തിരിച്ചെത്തുന്ന പഴയ സ്ഥിരം കാഴ്ചകൾ കണ്ട് നമ്മൾ മലയാളികൾക്ക് മടുത്തു കാണും അല്ലേ? എങ്കിലിതാ ജനങ്ങളുടെയോ കോർപ്പറേഷന്റെയോ ഖജനാവിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും എടുക്കാതെ പൂർണ്ണമായും സ്വകാര്യ സംഘടനാ പിന്തുണയോടെ അമേരിക്കയിൽ പോയി തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ തലതിരിച്ച് മറിക്കാൻ പോകുന്ന അവിശ്വസനീയമായ പദ്ധതികളുമായി ഒരു നഗരപിതാവ് തിരിച്ചെത്തുകയാണ്. കേരള ചരിത്രത്തിൽ ഇതാദ്യം. അതെ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി രാജേഷിന്റെ അമേരിക്കൻ ദൗത്യം ഇന്ന് കേരള രാഷ്ട്രീയത്തെയും വികസന ചർച്ചകളെയും എല്ലാം ഒരുപോലെ പിടിച്ചുകൊലുക്കുകയാണ്. കേവലം ഫൊക്കാന സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. പകരം തിരുവനന്തപുരത്തെ ദശാബ്ദങ്ങളായി വേട്ടയാടുന്ന മാലിന്യ പ്രശ്നത്തിനും തെരുവ് നായ ശല്യത്തിനും ശാശ്വത പരിഹാരം, IT മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവം, അതിനെല്ലാം ഉപരിയായി വർഷങ്ങളായി കാട് പിടിച്ചു കിടക്കുന്ന വിളപ്പിൽ ശാലയിലെ ആ ഭൂമിയിൽ ലോക പ്രശസ്ത മേയോ ക്ലിനിക്ക് മാതൃകയിലുള്ള അന്താരാഷ്ട്ര ക്യാൻസർ റിസർച്ച് സെന്റർ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു കോർപ്പറേഷൻ മേയറും ചെയ്യാത്ത, ഇതിന് മന്ത്രി പോലും ചെയ്യാത്ത, ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ഈ വമ്പൻ സന്ദർശനത്തിന്റെ അകവും പുറവും നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാട്ടിലൊരു ജനപ്രതിനിധി വിദേശത്ത് പോകുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരന്റെ മനസ്സിൽ ആദ്യം ഉയർന്ന ചോദ്യം ഇതാണ്: ഇതിന് എത്ര കോടി രൂപ നമ്മുടെയൊക്കെ നികുതിപ്പണം പൊടിച്ചു എന്ന്. എന്നാൽ വി രാജേഷിന്റെ ഈ അമേരിക്കൻ യാത്രയ്ക്ക് മുന്നിൽ ആ ചോദ്യം പൂർണ്ണമായിട്ടും അപ്രസക്തമാവുകയാണ്. കാരണം ഈ യാത്രയ്ക്കായി തിരുവനന്തപുരം കോർപ്പറേഷന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഖജനാവിൽ നിന്ന് ഒരു നയാ പൈസ പോലും വിനിയോഗിച്ചിട്ടില്ല. യാത്രാ ക്ഷണം ഉത്തര അമേരിക്കൻ മലയാളി സംഘടനകളുടെ പ്രമുഖ കൂട്ടായ്മയായ ഫൊക്കാനയുടെ വാർഷിക ചടങ്ങിലേക്കാണ് രാജേഷിന് ആദ്യം ക്ഷണം ലഭിക്കുന്നത്. ചിലവുകൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള യാത്ര, താമസം, ഭക്ഷണ ചെലവുകൾ എന്നിവയെല്ലാം വഹിച്ചത് അവിടുത്തെ പ്രാദേശിക മലയാളി കൂട്ടായ്മകളും പ്രവാസി സംഘടനകളുമാണ്. ഭരണാധികാരികൾക്ക് വ്യക്തമായ ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഭണ്ഡാരം മുടിക്കാതെ തന്നെ വിദേശ സാങ്കേതിക വിദ്യകളും വൻകിട സഹകരണങ്ങളും സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ ഉജ്ജ്വല മാതൃകയാണിത്. അമേരിക്കൻ പര്യടനത്തിനിടയിൽ വി രാജേഷ് നടത്തിയ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ടെക്സസിലെ മസൂറി സിറ്റി മേയർ റോബിൻ എലക്കാട്ടുമായിട്ടായിരുന്നു. മേയർ റോബിൻ എലക്കാട്ടും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടീമും സിറ്റി സെക്രട്ടറി ക്രിസ്റ്റൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരും രാജേഷിന് വേണ്ടി വമ്പൻ തയ്യാറെടുപ്പുകളാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഈ സുപ്രധാന കൂടിക്കാഴ്ചയിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് ഊന്നൽ നൽകിയത്. ഒന്ന്, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ തെരുവ് നായ സംരക്ഷണവും നിയന്ത്രണവും, അതുപോലെ മൂന്നാമത് IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊളാബറേഷൻ ആണ്. മസൂറി സിറ്റിയിലെ അത്യാധുനിക ഡോഗ് ഷെൽട്ടറുകൾ വി രാജേഷ് നേരിട്ട് സന്ദർശിച്ചു. തെരുവ് നായ്ക്കളെ ആക്രമകാരികളാകാതെ എങ്ങനെ മാനുഷികമായി സംരക്ഷിക്കാം, വന്ധ്യംകരണവും പുനരധിവാസവും എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നൊക്കെ അദ്ദേഹം പഠിച്ചു. കൂടാതെ മസൂറി സിറ്റിയുടെ വൻകിട മാലിന്യ സംസ്കരണ പ്ലാന്റുകളും ട്രാൻസ്പോർട്ടിംഗ് ട്രക്കുകളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം കണ്ട് മനസ്സിലാക്കി. ഇതിനെല്ലാം പുറമെ തിരുവനന്തപുരം നഗരസഭയും മസൂറി സിറ്റിയും തമ്മിൽ സിസ്റ്റർ സിറ്റി ബന്ധം സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് സിറ്റി സെക്രട്ടറി ക്രിസ്റ്റലിനെ ചുമതലപ്പെടുത്തുകയിരിക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു പങ്കാളിത്തം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരവികസനം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിലൊക്കെ അമേരിക്കൻ സങ്കേതങ്ങൾ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തും. കേരളത്തിന്റെ IT കേന്ദ്രമായ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ സാന്നിധ്യം ലോക പ്രശസ്തമാണ്. എന്നാൽ ലോകം ഇന്ന് AI സാങ്കേതിക വിദ്യയിലേക്ക് അതിവേഗം കുതിക്കുമ്പോൾ നമ്മുടെ IT മേഖലയ്ക്കും ഒരു ഗ്ലോബൽ അപ്ഗ്രഡേഷൻ അത്യാവശ്യമാണല്ലോ. അമേരിക്കയിലെ വൻകിട IT കമ്പനികളുടെയും ടെക് വിദഗ്ധരുടെയും മുന്നിൽ തിരുവനന്തപുരത്തിന്റെ IT സാധ്യതകൾ വി രാജേഷ് കൃത്യമായി അവതരിപ്പിച്ചു. ഇന്ന് ആഗോളതലത്തിൽ AI രംഗത്ത് ഇന്ത്യ വലിയ വളർച്ച കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വളർച്ചയുടെ ഗുണം അമേരിക്കൻ IT കമ്പനികളുമായി പങ്കുവെക്കാനും തിരുവനന്തപുരത്തെ IT പ്രൊഫഷണലുകൾക്ക് വിദേശ പ്രൊജക്ടുകളിൽ നേരിട്ട് പങ്കാളികളാകാനുമുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ രാജേഷ് പൂർത്തിയാക്കി കഴിഞ്ഞു. സംസ്ഥാന വ്യവസായ IT വകുപ്പുകൾ വിദേശത്ത് പോയി കോടികൾ ചിലവിട്ട് നേടാൻ കഴിയാതിരുന്ന ആഗോള സാങ്കേതിക ബന്ധങ്ങളാണ് ഒരു കോർപ്പറേഷൻ മേയർ തനിയെ അമേരിക്കയിലെത്തി ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സന്ദർശനത്തിലെ ഏറ്റവും ആവേശകരവും ചരിത്രപരവുമായിട്ടുള്ള പ്രഖ്യാപനം
വിളപ്പിൽ ശാലയിലെ കോർപ്പറേഷൻ ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ വിളപ്പിൽ ശാലയുടെ ചരിത്രം എന്ന് നിങ്ങൾക്ക് അറിയുമോ? ഞാൻ ആദ്യം അതിനെക്കുറിച്ച് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തിലെ സകല മാലിന്യങ്ങളും കൊണ്ടുപോയി തള്ളിയിരുന്ന ഒരിടമായിരുന്നു ഈ വിളപ്പിൽ ശാല. എന്നാൽ ദുർഗന്ധവും രോഗങ്ങളും സഹിക്കാനാവാതെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി സമരം ചെയ്തു. കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ട് പോലും ജനരോഷത്തിന് മുന്നിൽ നഗരസഭയ്ക്ക് ആ പ്ലാന്റ് അടച്ചു പൂട്ടേണ്ടി വന്നു. അങ്ങനെ ഏക്കർ കണക്കിന് വരുന്ന കോർപ്പറേഷൻ ഭൂമി കാട് പിടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ കിടക്കാൻ തുടങ്ങി. എന്നാൽ ഈ ശാപം കിട്ടിയ ഈ ഭൂമിയെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ ഗവേഷണ കേന്ദ്രമാക്കി മാറ്റാനാണ് മേയർ വി രാജേഷ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ലോക പ്രശസ്ത ഓങ്കോളജിസ്റ്റും അമേരിക്കയിലെ ഏറ്റവും മുൻനിര മെഡിക്കൽ സ്ഥാപനമായ മെയോ ക്ലിനിക്കിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഡോക്ടർ MV പിള്ളയുമായിട്ട് രാജേഷ് ഇതിനു വേണ്ടി കൂടിക്കാഴ്ചയും നടത്തി. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. വിളപ്പിൽ ശാലയിലെ ഭൂമിയിൽ മയോ ക്ലിനിക്കിന്റെ വിദഗ്ധ സഹകരണത്തോടെ ഒരു അത്യാധുനിക ക്യാൻസർ റിസർച്ച് ആൻഡ് ഡയഗ്നോസിസ് സെന്റർ സ്ഥാപിക്കുക. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാൻസർ രോഗനിർണയത്തിനും അത്യാധുനികമായ ഗവേഷണങ്ങൾക്കുമായി ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന അന്താരാഷ്ട്ര മാതൃക സമയബന്ധിതമായ ഒരു പ്ലാൻ ആണിത്. അതായത് വരാനിരിക്കുന്ന സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് വരെ ഡോക്ടർ MV പിള്ള കേരളത്തിലുണ്ടാകും. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടെ പദ്ധതിയുടെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കാനാണ് ഇതിന്റെ പദ്ധതി എന്ന് പറയുന്നത്. മാലിന്യക്കൂമ്പാരമായി നശിച്ചു പോകുമായിരുന്ന ഒരു ഭൂമിയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജീവന്റെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ക്യാൻസർ ഗവേഷണ കേന്ദ്രം ഉയരുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം വിജയമായി കണക്കാക്കരുത്, മുഴുവൻ കേരളത്തിന്റെയും അഭിമാനമാണ്. ഒരു വിദേശ രാജ്യത്ത് പോയി വലിയ വലിയ പദ്ധതികൾ ചർച്ച ചെയ്ത് വന്നാലും അത് നാട്ടിൽ നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അനുമതികളും അവരുടെ ഭരണപരമായിട്ടുള്ള സഹകരണവും എല്ലാം വേണം. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് വി രാജേഷ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ദീർഘവീക്ഷണം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിൽ വെച്ച് തന്നെ അദ്ദേഹം കേരള മുഖ്യമന്ത്രി VD സതീശനെയും സംസ്ഥാന IT വ്യവസായ മന്ത്രിമാരെയും എല്ലാം നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. നാടിന് ഗുണം ചെയ്യുന്ന ഇത്തരം വൻകിട വികസന പദ്ധതികളുമായി ധൈര്യമായി മുന്നോട്ട് പോകാനും ആവശ്യമായ ഭരണാനുമതി നൽകാനും സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകളെല്ലാം മാറ്റിവെച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സംസ്ഥാന ഭരണകൂടവുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള രാജേഷിന്റെ ഈ ഒരു നിലപാട് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംസ്കാരത്തിനാണ് തുടക്കമിടുന്നത്. തീർച്ചയായും കയ്യടി അർഹിക്കേണ്ട ഒരു വലിയ നീക്കം തന്നെയാണിത്. ഇത്തരത്തിലുള്ള മേയറുകളെയാണ്, ഇത്തരത്തിലുള്ള ഭരണാധികാരികളെയാണ് നമുക്ക് ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.